ന്യൂസ് മലയാളം ബിഗ് ബ്രേക്കിംഗ്. കളമശ്ശേരി പോളിടെക്നിക്കിൽ കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ പരാതിക്കാരൻ പ്രിൻസിപ്പൽ തന്നെ. കൊച്ചി DCPക്കാണ് പ്രിൻസിപ്പൽ പരാതി നൽകിയത്. ഹോളി ആഘോഷത്തിൽ ലഹരി വസ്തുക്കളുടെ അനിയന്ത്രിതമായ ഉപയോഗം ഉണ്ടാകുമെന്ന് പ്രിൻസിപ്പലിന്റെ പരാതിയിൽ വ്യക്തമാണ്. ലഹരി മരുന്ന് വാങ്ങാൻ പണപ്പിരിവ് നടക്കുന്നതായും പ്രിൻസിപ്പലിന്റെ പരാതിയിൽ പരാമർശമുണ്ട്. പരാതിയുടെ പകർപ്പ് ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. ഈ കേസുമായി ബന്ധപ്പെട്ട ഒരാൾ കൂടി അറസ്റ്റിലായിട്ടുണ്ട്. പൂർവ്വ വിദ്യാർത്ഥി ആഷിഖാണ് അറസ്റ്റിലായത്. ആകാശിന് കഞ്ചാവ് കൈമാറിയത് ആഷിഖാണെന്നാണ് വിവരങ്ങൾ വരുന്നത്. കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ഉണ്ട്. സഹിൻ, രണ്ട് കാര്യങ്ങളാണ്. ഇതിൽ ആദ്യത്തേത് പ്രിൻസിപ്പളാണ് പരാതിക്കാരൻ. അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളിലേക്ക് നമുക്ക് ആദ്യം പോകാം. ഇന്നലെ ഈ കളമശ്ശേരി ഹോസ്റ്റലിൽ പോലീസ് പരിശോധന നടത്തുന്നു. അവിടെ നിന്നും ഈ കഞ്ചാവ് ബൾക്കായിട്ട് കണ്ടെത്തുന്നു. അതിനുശേഷം പ്രിൻസിപ്പലിനോട് പ്രതികരണം മാധ്യമങ്ങൾ ആരാഞ്ഞപ്പോഴും അത് അദ്ദേഹത്തെ ഒട്ടും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രതികരണവും അങ്ങനെ തന്നെയാണ്. ഇതൊക്കെ നേരത്തെ പ്രതീക്ഷിച്ചതാണ്. ഇതിലൊന്നും അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇവിടെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രതികരണമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇപ്പോൾ ഈ പ്രിൻസിപ്പലിന്റെ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് സഹി? സേതു, നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില കുട്ടികൾ വഴിതെറ്റി പോകുമ്പോൾ മാതാപിതാക്കൾ തന്നെ പോലീസിനെ ഇൻഫോമർ ആകാറുണ്ട്. അതുപോലെ ഒരു സംഭവം തന്നെയാണ് കളമശ്ശേരി പോളിടെക്നിക്കിൽ നടന്നിരിക്കുന്നത്. അതായത് ആ പ്രിൻസിപ്പൽ, ആ കോളേജിന്റെ നാഥൻ, അദ്ദേഹം തന്നെ പോലീസിനെ ഇൻഫോമറായി മാറി കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അദ്ദേഹം തന്നെയാണ് പരാതി നൽകിയത്. 12-ാം തീയതിയായിരുന്നു അദ്ദേഹം ഒരു പരാതി നൽകിയത്. അതായത് ഇന്നലെ പുലർച്ചെയോടെ കഞ്ചാവ് പിടികൂടുമ്പോൾ അതിന് തൊട്ട് തലേ ദിവസം അദ്ദേഹം ഇത്തരത്തിൽ പരാതി നൽകുകയായിരുന്നു പോലീസിന്. ബുധനാഴ്ച ദിവസത്തോടു കൂടിയാണ് അദ്ദേഹം പരാതി നൽകിയത്. അദ്ദേഹത്തിന്റെ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ, വരുന്ന വെള്ളിയാഴ്ച ഹോളി ദിനാഘോഷം ഈ ക്യാമ്പസിൽ നടക്കാൻ പോകുകയാണ്. അന്നേ ദിവസം ക്യാമ്പസിലേക്ക് മയക്കുമരുന്നും മദ്യവും ഒപ്പം തന്നെ കഞ്ചാവും കൂടാതെ മറ്റ് ലഹരി വസ്തുക്കളും ഈ ക്യാമ്പസിലേക്ക് അനിയന്ത്രിതമായി ഒഴുകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ നിരീക്ഷണം ആവശ്യമാണ്. കൃത്യമായ പരിശോധന പോലീസ് നടത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നു. കൂടാതെ പോലീസ് ഇത് നടത്തിയില്ലെങ്കിൽ ഈ ക്യാമ്പസിൽ ഇത്തരത്തിലുള്ള പുറമേ നിന്നുള്ള ആളുകളും വരാറുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ പരിശോധന നടത്തണമെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ ലെറ്റർ പാഡിൽ ഇത്തരത്തിലുള്ള ഒരു പരാതി നൽകിയപ്പോൾ അതിൽ ചൂണ്ടിക്കാണിക്കുന്നത്. കൊച്ചി DCPക്കാണ് അദ്ദേഹം ഒരു പരാതി നൽകിയത്. അതായത് അദ്ദേഹത്തിന് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നും അറിവ് ലഭിച്ചു എന്നുള്ളതാണ് ആ പരാതിയിൽ പറയുന്നത്. അത് കൂടാതെ മറ്റൊന്ന്, ഈ പ്രിൻസിപ്പൽ തന്നെ പറയുന്നു, വലിയ രീതിയിലുള്ള ലഹരിമരുന്നിന്റെ ഒഴുക്ക് ഈ ദിവസവുമായി ബന്ധപ്പെട്ട് നടക്കാൻ പോകുന്നു, അതിനുവേണ്ടിയുള്ള പണപ്പിരിവ് നടക്കുന്നു എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ആ പരാതിയിൽ തന്നെയാണ് പണപ്പിരിവിന്റെ കാര്യവും മറ്റൊന്ന് ഈ ലഹരി മരുന്ന് ഈ ഹോളി ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് കോളേജിൽ വിൽപ്പന നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന കാര്യവുമെല്ലാം അദ്ദേഹത്തിന്റെ പരാതിയിലാണ് പറയുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മാതാപിതാക്കൾ ഇൻഫോമറായി മാറുന്ന ഒരവസ്ഥ അത് തന്നെയാണ് ആ ക്യാമ്പസിലും ഉണ്ടായിരിക്കുന്നത്. ആ ക്യാമ്പസിന്റെ നാഥന് അദ്ദേഹത്തിന് ഈ ക്യാമ്പസ് കൈവിട്ടു പോകുമെന്ന് തോന്നിയപ്പോൾ അദ്ദേഹം തന്നെ പോലീസിനെ സമീപിക്കുകയായിരുന്നു. എന്തായാലും അദ്ദേഹം സമീപിച്ചതിൽ കൃത്യമായ നടപടിയെടുക്കാൻ പോലീസിന് കഴിഞ്ഞു. വലിയ രീതിയിൽ കഞ്ചാവ് പിടികൂടാൻ കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ പരാതിയുടെ പകർപ്പാണ് ഇപ്പോൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചിരിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ അടക്കം ഇടപെടലുകൾ ഈ കേസിൽ കാണുന്നു എന്നുള്ളതാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിന്റെ അന്വേഷണം ശക്തമായി തന്നെ മുന്നോട്ട് പോകുകയാണ്. അതിലേക്ക് തന്നെ വരികയാണ് സഹിൻ. ഒരാൾ കൂടി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ പിടിയിലായ കുട്ടികളിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള മൊഴികളൊക്കെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു എന്ന വാർത്തകളൊക്കെ വന്നിരുന്നു. ഈ എറണാകുളം സ്വദേശിയായ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് ഈ ലഹരി കോളേജ് ഹോസ്റ്റലിലേക്ക് എത്തിക്കുന്നത് എന്നുമായി ബന്ധപ്പെട്ട് മൊഴികൾ ലഭിച്ചിരുന്നു. ഈ പോലീസ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണമൊക്കെ നടത്തുകയായിരുന്നു. ഇപ്പോൾ ഈ അറസ്റ്റിലായ വിദ്യാർത്ഥി ആരാണ്? അയാളുടെ പശ്ചാത്തലം എന്താണ്? സേതു, ആഷിഖ് എന്ന് പറയുന്ന ഒരാളാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. അയാൾ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അയാൾ ഈ ആകാശിന് കഞ്ചാവ് കൈമാറിയത് ആഷിഖാണെന്ന് പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം അന്നേ ദിവസം ആകാശ് പിടിയിലാകുമ്പോൾ ആകാശിന്റെ മൊബൈൽ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. അത് ആഷിഖിന്റെ കോളാണ്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: സാധനം സേഫ് അല്ലേ എന്നാണ് ചോദിക്കുന്നത്. സാധനം സേഫ് അല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ആഷിഖ് സംസാരിക്കുന്നത്. എന്തായാലും പോലീസ് അവിടെ വെച്ച് ആ കോൾ കട്ട് ചെയ്യുന്നു. ഇന്നലെ ഉച്ചയോടുകൂടി അയാളെ പോലീസ്
കസ്റ്റഡിയിലെടുക്കുകയാണ്. ഇന്ന് അയാളുടെ അറസ്റ്റും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആകാശ് അവിടെ ഈ ആഷിഖ് അവിടെ പഠിച്ചിരുന്ന പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4 പേർ നിലവിൽ അറസ്റ്റിലായിട്ടുണ്ട്. അതിൽ 2 പേർക്ക് നേരത്തെ തന്നെ ജാമ്യം ലഭിച്ചിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ ആള് ഈ കൂടുതൽ ക്വാണ്ടിറ്റിക്ക് പിടികൂടിയ കേസിൽ രണ്ടാമത്തെ ആള് പിടിയിലാകുകയാണ്. 2 FIR-കളാണ് കേസിൽ രജിസ്റ്റർ ചെയ്തിരുന്നത്. അതിൽ SFI നേതാവ് പ്രതിയായിട്ടുള്ള കേസിൽ അതിലെ 2 പ്രതികൾക്കും ജാമ്യം ലഭിച്ചു. എന്നാൽ ഇത് ആകാശ് എന്ന് പറയുന്ന മറ്റൊരു വിദ്യാർത്ഥി പ്രതിയായിട്ടുള്ള കേസാണ്. ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ആഷിഖ് പിടിയിലായിട്ടുള്ളത്. ഇയാളാണ് ഈ ലഹരി മരുന്ന് ആകാശിന് കൈമാറിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സേതു, ശരി, ഇനിയിപ്പോൾ ഈ അന്വേഷണ സംഘത്തിന്റെ തുടർ നടപടികൾ എങ്ങനെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്? സഹിൻ, ഈ ദിവസം കസ്റ്റഡി അപേക്ഷ അടക്കം നൽകുന്നുണ്ടല്ലോ. സേതു, ഇനി കസ്റ്റഡി അപേക്ഷ നൽകേണ്ടതുണ്ട് പോലീസിന്. അതായത് ആകാശിനെ കസ്റ്റഡിയിലെടുത്താൽ മാത്രമേ കൂടുതൽ ഇയാളെ ചോദ്യം ചെയ്ത് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ശേഖരിക്കാൻ കഴിയുകയുള്ളൂ. മറ്റൊന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ പൂർവ്വ വിദ്യാർത്ഥികൾ നിരീക്ഷണത്തിലാണ്. ഇപ്പോൾ ഒരു പൂർവ്വ വിദ്യാർത്ഥി അറസ്റ്റിലായിട്ടുണ്ട്. കൂടുതൽ പൂർവ്വ വിദ്യാർത്ഥികൾ നിരീക്ഷണത്തിലാകുകയും ചെയ്യും. ഇതിനിടയിൽ SFI വലിയൊരു പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. പോലീസുകാർ നിരപരാധികളെ പ്രതിയേർക്കുന്നു എന്നുള്ളതാണ് SFIയുടെ പരാതി. എന്തായാലും അത് സംബന്ധിച്ച SFI DGPക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പോലീസ് ഇയാളെ ആകാശിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ വേണ്ടിയുള്ള അപേക്ഷ ഇന്ന് തന്നെ സമർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 5 ദിവസത്തേക്കായിരിക്കും ആകാശിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുക. സേതു, ശരി സഹീർ.